إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أوصيكم عباد الله أولا بتقوى الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യമാണോ ഏറ്റവും ഭംഗിയായി നിർവഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മുന്നോടിയായി ഒരു മുന്നൊരുക്കം നമ്മൾ ഓരോരുത്തരും ചെയ്യാറുണ്ട്. അതിലതീവമായി ശ്രദ്ധ ചെലുത്താറുമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു യാത്രക്ക് വേണ്ടി പുറപ്പെടുകയാണ് എങ്കിൽ ആ യാത്രയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ മുന്നൊരുക്കത്തോടു കൂടി ചെയ്യും. നമ്മുടെ മക്കളുടെ കല്യാണമാണ് എങ്കിലും, അതല്ല നമ്മുടെ ഭാര്യയുടെ പ്രസവമാണ് എങ്കിലും, അതല്ല നമ്മളൊരു വീട് വെക്കുകയാണ് എങ്കിലും, ഏതൊരു കാര്യം നമ്മൾ ചെയ്യുകയാണ് എങ്കിലും അതിൻ്റെയൊക്കെ മുന്നോടിയായിക്കൊണ്ട് ഒരുപാട് മുന്നൊരുക്കങ്ങൾ നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ യാത്രയാകട്ടെ, നമ്മുടെ മക്കളുടെ കല്യാണമാവട്ടെ, അതല്ലെങ്കിൽ ഭാര്യയുടെ പ്രസവമാകട്ടെ, നമ്മുടെ വീടായിക്കൊള്ളട്ടെ, ഏത് കാര്യങ്ങളായിക്കൊള്ളട്ടെ, ഈ കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ കാലത്തേക്ക് മാത്രം നമ്മൾ ആസ്വദിക്കാനും ഉപയോഗിക്കാനും ഒക്കെ മാത്രമുള്ള സംഗതികൾക്ക് വേണ്ടിയാണ് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മുന്നൊരുങ്ങി ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ സ്വർഗ നരകങ്ങളെ തീരുമാനിക്കുന്ന, നമ്മുടെ സ്വർഗത്തിൽ നമ്മുടെ പദവികൾ ഉയർത്താൻ നമുക്ക് സഹായകരമാകുന്ന, അതുപോലെ തന്നെ നമ്മുടെ കാലാകാല ജീവിതത്തിലേക്ക് ആവശ്യമായ ദീനിന്റെ വിഷയങ്ങളിൽ എത്രത്തോളം നമ്മൾ അത്തരത്തിൽ മുന്നൊരുങ്ങി ചെയ്യാറുണ്ട് എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തത്തോട് ചോദിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങളും കൂടി നമ്മളുടെ കടന്നു കഴിഞ്ഞാൽ നമ്മിലേക്ക് പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം അവൻ സന്തോഷിക്കുന്നത് പരിശുദ്ധമായ റമദാനിന്റെ ആഗമനമാണ്. കാരണം എത്ര ചെറിയ നിസ്സാരമായി നമ്മൾ കാണുന്ന, എത്ര ചെറിയ പ്രതിഫലം പറഞ്ഞിട്ടുള്ള കാര്യമാണ് എങ്കിലും ആ റമദാൻ മാസത്തിൽ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും വമ്പിച്ച പ്രതിഫലങ്ങളായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അപ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് പരിശുദ്ധമായ റമദാനിലേക്ക് അവൻ അടുക്കുന്നു എന്നുള്ളത്. എന്നാൽ ആ റമദാനിലേക്ക് അങ്ങോട്ട് കയറി ചെന്ന് ഒരുപാട് സ്വാലിഹായ കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യാമെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? അതൊരിക്കലും ഒരു മുന്നൊരുക്കമില്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. പരിപൂർണമായും ആ പരിശുദ്ധമായ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയില്ല. മുൻഗാമികളായ സച്ചരിതരായ സലഫുകളിൽ അതിന് ഉത്തമമായ മാതൃകയുണ്ട്. അവർ മുന്നൊരുങ്ങി ചെയ്യുമായിരുന്നു എന്ന്.
അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി കൊണ്ട് അവർ പ്രാർത്ഥിക്കും. അള്ളാഹുവെ, ആ ഒരു റമദാൻ മാസത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണേ. ആ റമദാൻ മാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖിനെ അവർ ഓരോരുത്തരും ചോദിക്കുമായിരുന്നു. കേവല ചോദ്യത്തിനപ്പുറത്തേക്ക് അവർ കൃത്യമായി അതിന് മുന്നൊരുങ്ങുമായിരുന്നു. സച്ചരിതരായ സലഫുകളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും ശഅബാൻ മാസത്തിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ കൂടുതലായിക്കൊണ്ട് നോമ്പ് നോറ്റുകൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു, അവർ റമദാനിന് വേണ്ടി ഒരുങ്ങുമായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹദി പറയുകയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഹത്താ നഖൂൽ ലാ യുഫ്തിർ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികമായി നോമ്പ് നോൽക്കുമായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയും എന്ത്, ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസം മുഴുവൻ അങ്ങോട്ട് നോമ്പ് നോൽക്കും, ഇനി ഒരു ദിവസം എന്ത് ചെയ്യില്ല, നോമ്പ് ഒഴിവാക്കുകയില്ല എന്ന്. എന്നിട്ട് വീണ്ടും മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്റിൻ ഇല്ലാ റമളാൻ. പക്ഷേ പരിപൂർണമായും ഒരു മാസം പൂർണ്ണമായും നോമ്പ് നോറ്റത് അത് റമളാനിൽ മാത്രമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസം വന്നു കഴിഞ്ഞാൽ കൂടുതലായി കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോൽക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും പറയാണ്, വമാ റഅയ്തുഹു അക്തറ സിയാമൻ മിൻഹു ഫീ ശഅബാൻ. ശഅബാൻ മാസത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതലായി കൊണ്ട് നോമ്പ് അനുഷ്ഠിച്ചിരുന്നത്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനായിരിക്കും അങ്ങനെ നോമ്പ് കൂടുതലായി കൊണ്ട് അനുഷ്ഠിച്ചിട്ടുണ്ടാവുക? ശാരീരികമായും മാനസികമായും ആ ഒരു റമദാനിനെ വരവേൽക്കാൻ വേണ്ടി, ആ റമദാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സാലിഹായ കർമ്മങ്ങൾ ചെയ്തു കൂട്ടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നൊരുങ്ങുകയായിരുന്നു. ആ ഒരു മാതൃക നമുക്കും സ്വീകരിക്കാം. നമ്മുടെ ഖുർആൻ പാരായണത്തിലുള്ള കുറച്ച് കൂടുതലായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ നോമ്പുകൾ അനുഷ്ഠിച്ചുകൊണ്ടും മറ്റുമൊക്കെ നമ്മളും ആ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങി നിൽക്കണം. നമുക്കറിയാം, പെട്ടെന്ന് നമ്മൾ റമദാനിലേക്ക് കടന്നു ചെന്ന് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ രാവുകൾ, അതിൻ്റെ പകലുകളിലൊക്കെ ഒരു ക്ഷീണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. ആ ക്ഷീണം കാരണത്താൽ പല ആളുകളും അതിൻ്റെ പകലുകൾ പരിപൂർണമായും ഉറങ്ങി തീർക്കുന്ന ആളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മറിച്ച് ഓരോ സെക്കൻഡുകൾക്കും, ഓരോ മിനിറ്റുകൾക്കും, മണിക്കൂറുകൾക്കും ഒരുപാട് പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ റമദാൻ മാസത്തിൽ കഴിവിൻ്റെ പരമാവധി അമലു സാലിഹാത്തുകൾ ചെയ്തു കൂട്ടാൻ വേണ്ടി അതിന് മുന്നേ തന്നെ ആ നോമ്പിൻ്റെ ക്ഷീണവും മറ്റുമൊക്കെ മാറ്റാനും വേണ്ടിയിട്ട് ആ ശഅബാൻ മാസത്തിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യുക, നോമ്പ് നോറ്റ് തുടങ്ങുക എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉസാമ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ലം അറക തസൂമു മിൻ ശഹ്റിൻ മിന അശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. റസൂലേ, അങ്ങ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ശഅബാനിൽ നോമ്പ് നോൽക്കുന്നത് പോലെ മറ്റിതര മാസങ്ങളിലൊന്നും നോമ്പ് നോൽക്കുന്നത് ഞങ്ങൾ കാണുന്നില്ലല്ലോ എന്ന്. രണ്ട് കാരണങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, ദാലിക ശഹ്റുൻ യഗ്ഫുലു നാസ് അൻഹു ബൈന റജബിൻ വ റമദാൻ. റമദാനിന്റെയും റജബിന്റെയും ഇടയിലുള്ള ജനങ്ങൾ അധിക പേരും ഗഫ്ലത്തിലാകുന്ന, അശ്രദ്ധയിലാകുന്ന ഒരു മാസമാണ് ശഅബാൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, റജബ്, ഇപ്പൊ നമ്മളുള്ള റജബ് 30-നാണ്. ഈ റജബിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഹലാൽ ഹറാമുകളൊക്കെ നമ്മൾ വളരെ പരിശ്രമിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ ഹറാമുകളെ സൂക്ഷിച്ചു, നല്ല കർമ്മങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്നത് റമദാൻ മാസമാണ്. അപ്പൊ ഇതിനിടയിലുള്ള ഒരു ഗ്യാപ്പാണ് എന്ത്, സത്യത്തിൽ ശഅബാൻ എന്ന് പറയുന്നത്. ഇനി റമദാനിലേക്ക് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അധിക ആളുകളും ഗഫ്ലത്തിലാകുന്ന, അശ്രദ്ധയിലാകുന്ന ഒരു സമയമാണ് ശഅബാൻ മാസം. അതുകൊണ്ട് ആ ശഅബാൻ മാസത്തിൽ എല്ലാവരും ഗഫ്ലത്തിലാകുന്ന, അശ്രദ്ധയിലാകുന്ന ആ ശഅബാൻ മാസത്തിൽ ഇബാദത്ത് എടുത്ത് കൂടുകയായിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മറുപടിയായി കൊണ്ട് നൽകുന്നതായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജ്റത്തിൻ ഇലയ്യ. ഒരാള് എല്ലാവരും ഗഫ്ലത്തിലാകുന്ന സമയത്ത്, ജനങ്ങളെല്ലാം ഫിത്നയിലും ഫസാദുകളിലും ശുബ്ഹത്തുകളിലും ഒക്കെ ആകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിപൂർണമായി അനുസരിച്ചുകൊണ്ട്, കീഴൊതുങ്ങിക്കൊണ്ട് അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് കൂടുകയാണ് എങ്കിൽ
അവനുള്ള പ്രതിഫലം കഹിജ്റത്തിൻ ഇലയ്യ, എന്നിലേക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതിഫലം ആ മനുഷ്യന് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഈ ശഅബാൻ മാസത്തിൽ എല്ലാവരും ഗഫ്ലത്തിലാകുന്ന, അശ്രദ്ധയിലാകുന്ന ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ, നമ്മൾ റമദാനിന് വേണ്ടി മുന്നൊരുങ്ങുകയാണ് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഹിജ്റ പോയ പ്രതിഫലം നമുക്ക് ഓരോരുത്തർക്കും കിട്ടുമെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കർമ്മങ്ങളെ ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ശഅബാൻ മാസം എന്ന് പറയുന്നത്. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിമുൻ, ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയർന്നു പോകുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മറുപടിയായി കൊണ്ട് ഉസാമ റളിയല്ലാഹു തആല അൻഹുവിന് കൊടുക്കുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ശഅബാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു ഹദീസും നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്ലിഉ അല്ലാഹു ഇലാ ഖൽഖിഹി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിനിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാൻ 15 ആയി കഴിഞ്ഞാൽ അതിന്റെ 15ന്റെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിലേക്ക് നോക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് 2 കൂട്ടം ആളുകളെ അവിടെ ഒഴിച്ചു നിർത്തുകയുണ്ടായി. ഒന്നാമത് പറഞ്ഞത് ഇല്ലാ ലിമുശ്രികിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുവെക്കുന്ന, അല്ലാഹുവിന് മാത്രം നൽകേണ്ടുന്ന ഇബാദത്തുകളിൽ ആരെങ്കിലും ഒരുവൻ പങ്കുവെക്കുന്നുണ്ട് എങ്കിൽ അവൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു രാത്രിയിൽ അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. അതുപോലെ തന്നെ അതിനോട് ചേർത്ത് പറഞ്ഞു ഔ മുശാഹിൻ, ഒരു മുശാഹിനായ മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കില്ല. മുശാഹിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം വൈരാഗ്യത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾ, അങ്ങനെ തെറ്റി നടക്കുന്ന, ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന, ആ രൂപത്തിൽ മറ്റേ ആളുകളെ ഉപദ്രവിക്കുന്ന ആ രൂപത്തിലുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു രാത്രിയിൽ പുറത്തു കൊടുക്കുകയില്ല എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഈ റമദാനിന് മുമ്പായിക്കൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ശരിയാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പലപ്പോഴും ശഅബാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാടുകളിൽ പലവിധ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ അതിൻ്റെ പിറകിലുള്ളതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്രയും പറഞ്ഞത് ശഅബാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരപ്പെട്ട് വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളാണ്. എന്നാൽ നമുക്കറിയാം, ശഅബാൻ 15 ആയി കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിലൊക്കെ ബിദ്അത്തിന്റെ ആളുകൾ അവർ അന്നേ ദിവസം ഒരു പ്രത്യേക നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. ബറാഅത്ത് നോമ്പ് എന്നാണ് ആ നോമ്പിന് അവർ പറയാറുള്ളത്. സത്യത്തിൽ പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവിടുത്തെ അസ്ഹാബുകളോ ഒരാളും തന്നെ എന്ത് ചെയ്തിട്ടില്ല, ഈ നോമ്പ് അനുഷ്ഠിക്കുകയോ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന സ്ഥിരപ്പെട്ട സ്വഹീഹായ ഹദീസുകളിലൊന്നും നമുക്ക് അത്തരത്തിൽ കാണുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അന്നേ ദിവസം ഒരു പ്രത്യേക 3 യാസീനും ഒക്കെ ഓതി അവരെന്ത് ചെയ്യാറുണ്ട്, ഇബാദത്ത് ചെയ്യാറുണ്ട്. ഇതൊന്ന് റിസ്ഖിന് വേണ്ടിയാണ്, അതുപോലെ തന്നെ പരീക്ഷണം നീങ്ങാൻ വേണ്ടിയാണ്, അതുപോലെ തന്നെ ആയുസ് വർദ്ധിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ദിവസത്തിൽ ഇശാമഗ്‌രിബിന്റെ ഇടയിൽ അല്ലെങ്കിൽ അസറിന്റെയും മഗ്‌രിബിന്റെയും ഇടയിൽ ഇരുന്നു കൊണ്ട് 3 യാസീനൊക്കെ ഓതുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുവരുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവിടുത്തെ സഹാബാക്കളോ സച്ചരിതരായ സലഫുകളോ ഈ തരത്തിലൊരു ഇബാദത്ത് ചെയ്തിട്ടില്ല, നമുക്ക് ആർക്കും പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് പരിപൂർണമായും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടത്. അതുപോലെ തന്നെ വിശ്വാസപരമായിട്ട് നോക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ അവതീർണമായത് ശഅബാൻ 15-നാണ് എന്നുള്ള ഒരു വിശ്വാസം പലപ്പോഴും കാണാൻ സാധിക്കാറുണ്ട്. അതിനവർ പ്രത്യേകമായി ആയത്ത് ഓതാറുണ്ട്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, മുബാറക്കായ ഒരു രാത്രിയിലാണ് അത് ഇറക്കപ്പെട്ടത്, അത് ശഅബാൻ മാസത്തിലാണ് എന്നാണ് ബിദ്അകളായ ആളുകൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ആയത്തിനെ വിശുദ്ധ ഖുർആനിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ആരും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയാണ്, ഇന്ന അൻസൽനാഹു
ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് ഞാൻ അവതരിപ്പിച്ചത്. ലൈലത്തുൽ ഖദർ എവിടെയുള്ളത്? റമദാൻ മാസത്തിലാണുള്ളത്. അത് മാത്രമല്ല, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായ മാസം എന്ന് പറയുന്നത് ഷഹ്റു റമദാൻ, റമദാൻ മാസമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അന്നേ ദിവസത്തിൽ ഒരു പ്രത്യേക നോമ്പും പ്രത്യേക ആരാധനാ കർമ്മങ്ങളും ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സഹാബാക്കളോ ഒന്നും തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് അത്തരം ബിദ്അത്തുകളായ ആചാരങ്ങളിൽ നിന്ന് അനുഷ്ഠാനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക. പ്രത്യേകിച്ചും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം നമ്മൾ വളരെ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കുക. അൽ-ഇഖ്തിസാദു ഫിസ്സുന്നതി ഖൈറും മിനൽ ഇജ്തിഹാദി ഫിൽ ബിദ്അത്തി. ഒരു മനുഷ്യൻ സുന്നത്തിൽ മിതത്വം കാണിക്കുന്നതാണ് ബിദ്അത്തായ കാര്യങ്ങളിൽ അയാൾ അങ്ങേയറ്റം പരിശ്രമിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം സുന്നത്തിൽ ഒതുങ്ങിക്കൂടുക എന്നുള്ളതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.